ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം നടൻ വിജയും തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകളാണ്. വെറും ഒരു ഗോസിപ്പ് എന്നതിലപ്പുറം എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്? നമുക്ക് അതിൽ പരിശോധിക്കാം. സിനിമയിലെ ഒരു കോംബോ ഹിറ്റാകുമ്പോൾ, ഉദാഹരണത്തിന് ഗില്ലി അല്ലെങ്കിൽ ലിയോ, ആ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി പ്രേക്ഷകർക്കിടയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും ആരാധകർ തങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ജീവിതത്തിലും ഒന്നാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അതായത് സ്ക്രീനിൽ കാണുന്ന പ്രണയം ജീവിതത്തിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിലൂടെ ആരാധകർ ഒരു തരം സാങ്കല്പിക സംതൃപ്തി കണ്ടെത്തുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. സിനിമ എന്നത് ഒരു പ്രൊഫഷൻ മാത്രമാണെന്ന സത്യം. ഇവിടെ രണ്ടാമത്തെ പ്രശ്നം സ്വകാര്യതയാണ്. ഒരാൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അവരുടെ വ്യക്തി ജീവിതത്തിലെ ഓരോ ചലനങ്ങളും പരസ്യമായി വിചാരണ ചെയ്യപ്പെടണം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം അറിയിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഗോസിപ്പുകൾക്ക് വേഗത കൂടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകളെയോ പ്രവർത്തനങ്ങളെയോ വിമർശിക്കുന്നതിന് പകരം അവരുടെ സ്വകാര്യ നിമിഷങ്ങളെ സൂമിൻ ചെയ്ത് വിശകലനം ചെയ്യുന്നത് തികച്ചും അനാരോഗ്യകരമായ ഒരു പ്രവണതയാണ്. ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്തയാണ് വിജയ് തന്റെ സിനിമകൾ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുമ്പോൾ തൃഷയും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുമെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമെന്നുമുള്ളത്. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ടാകാം. ഒന്ന്, അവരുടെ ഓൺ സ്ക്രീൻ കോംബോയ്ക്ക് കിട്ടുന്ന ജനപ്രീതി രാഷ്ട്രീയത്തിലും വോട്ടുകളായി മാറുമെന്ന ആരാധകരുടെ ലളിതമായ കണക്കുകൂട്ടൽ. രണ്ട്, വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കൂടുതൽ ഗ്ലാമറസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ നൽകുന്ന ഹൈപ്പ്. എന്നാൽ തൃഷയോ വിജയുടെ പാർട്ടിയോ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒരിടത്തും സൂചിപ്പിച്ചിട്ടില്ല. ചുരുക്കത്തിൽ സിനിമയിലെ കോംബോകളെ ആസ്വദിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമായി മാറരുത്. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് അവരുടെ കലയെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചുമായിരിക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ യുക്തിപരമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.